കോട്ടയം പൊൻകുന്നത്ത് RSS പ്രവർത്തകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച CPM പ്രവർത്തകർ കുറ്റക്കാരെന്ന് കോടതി. RSS മുൻ താലൂക്ക് ശാരീരിക് ശിക്ഷൺ പ്രമുഖ KJ രമേശിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതികൾ കുറ്റക്കാരെന്ന് വിധിച്ചത്. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. ശിക്ഷാവിധി നാളെ ഉണ്ടാകും. കോട്ടയത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഇക്കാര്യത്തിലാണ് ഇപ്പോൾ കോടതി നടപടിയിലേക്ക് നീങ്ങുന്നത്. പൊൻകുന്നത്താണ് RSS പ്രവർത്തകനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച CPM പ്രവർത്തകർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തുന്നത്. RSS മുൻ താലൂക്ക് ശാരീരിക് ശിക്ഷൺ പ്രമുഖ KJ രമേശിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതികൾ കുറ്റക്കാരെന്ന് വിധിച്ചത്. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. ശിക്ഷാവിധി നാളെ ഉണ്ടാകും. എന്തായാലും ഇവർ കുറ്റക്കാര് എന്ന് കോടതി കണ്ടെത്തിയതിനെ തുടർന്ന് എന്താണ് ഇവർക്കുള്ള ശിക്ഷ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ അറിയാൻ കഴിയും. RSS താലൂക്ക് ശാരീരിക് ശിക്ഷൺ പ്രമുഖ KJ രമേശിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളാണ്. അവർ CPMകാരാണ്, അവർ കുറ്റക്കാരാണെന്ന് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തുന്നു. ശിക്ഷാവിധി നാളെ. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, കൂടുതൽ വിവരങ്ങൾ. ജൂൺ 8-നാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്. പൊൻകുന്നം RSS മുൻ താലൂക്ക് ശാരീരിക് ശിക്ഷൺ പ്രമുഖായിരുന്ന തെക്കേത്തുകവല കുന്നത്ത് വീട്ടിൽ KJ രമേശിനെ CPM പ്രവർത്തകർ ചേർന്ന് ക്രൂരമായി വെട്ടിക്കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. കൊലപാതക ശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ള കുറുക്കൻ കണ്ണൻ എന്ന് വിളിക്കുന്ന മുകേഷ് മുരളി, കാർത്തിക്, റിയാസ് ഖാൻ എന്നിവരാണ് ഈ കേസിൽ പ്രതികളായിരുന്നത്. ഈ പ്രതികൾ 3 പേരും കുറ്റക്കാരാണെന്ന് ഇന്ന് കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഇവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഈ അക്രമത്തിനിരയായ രമേശ് നിരവധി ശസ്ത്രക്രിയകൾ വിധേയനാവുകയും ഇപ്പോഴും നിരവധി ശാരീരിക അവശതകൾ നേരിടുകയുമാണ് ചെയ്യുന്നത്. കോടതിയിൽ വിശ്വാസമുണ്ടെന്ന് അതുപോലെ തന്നെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും രമേശ് പറയുന്നു. പ്രതികൾക്കുള്ള ശിക്ഷ നാളെയാണ് വിധിക്കുക. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ സജി S നായരാണ് ഹാജരായത്. ഈ പ്രതിയായിട്ടുള്ള മുകേഷ് മുരളി ഒരു മുതിർന്ന CPM നേതാവാണ്. നിരവധി ചുമതലകൾ ആൾ വഹിച്ചിരുന്നു. ഇയാൾ കാപ്പ നിയമപ്രകാരം തടങ്കിലാക്കാൻ മുൻ ജില്ലാ പോലീസ് മേധാവി ശുപാർശ നൽകിയിരുന്നെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദം മൂലം നടപ്പാക്കാനായുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഇപ്പോൾ കോടതി വിധിയിൽ ഇപ്പോൾ ഈ 3 പേരും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. നാളെ ഇവർക്ക് എന്ത് ശിക്ഷ നൽകുമെന്നത് സംബന്ധിച്ച് നാളെ വിധി പറയും. മാതൃകാപരമായി ശിക്ഷിക്കുമെന്നും കോടതിയിൽ വിശ്വാസമുണ്ടെന്നുമാണ് ഈ ഇരയായിട്ടുള്ള ശാരീരിക് ശിക്ഷൺ പ്രമുഖായിരുന്ന KJ രമേശ് വ്യക്തമാക്കുന്നത്. RSS മുൻ താലൂക്ക് ശാരീരിക് ശിക്ഷൺ പ്രമുഖ KJ രമേശിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികളാണ് CPMകാർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുന്നത്. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഈ വിധി. ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ.